ഈ ട്രെയിനിങ് വളരെ ബോറിംഗ് ആൻഡ് ടയറിംഗ് ആണ്. അറിയാമോ, എനിക്ക് ഒട്ടും രസം തോന്നുന്നില്ല. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഈ ട്രെയിനിങ്ങിനെ എന്റർടൈനിങ് ആക്കി തരാം. ഡാൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഡാൻസ് അല്ല, കരാട്ടെ പഠിക്കണ്ടേ. ദേ ഈ മാസം തീരാറായി. നീ എന്നെ കരാട്ടേന്റെ ഒരു സ്റ്റെപ്പും പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല. കരാട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഉണ്ട്, ഓരോ ശ്വാസത്തിലും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാ മതി. നമ്മൾ നേരത്തെ കളിച്ചൊരു ഡാൻസ് സ്റ്റെപ്പ് നോക്കാം. കൈ നല്ല ശക്തിയായി പിടിക്കണം, സ്ട്രോങ് ആയിരിക്കണം. എന്നിട്ട് ദേ ഇങ്ങനെ കറങ്ങണം. വാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡാൻസിന്റെ അകത്ത് കരാട്ടെ ഒക്കെ ഉണ്ടോ? താങ്ക്സ് വീർ, മെനി 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 താങ്ക്സ്. Come on, now we are ready for fight. I am ready for the fight. എപ്പോഴും എതിരാളിയുടെ കണ്ണിൽ തന്നെ നോക്കണം. നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ അവർ നമ്മളെ തോൽപ്പിച്ചു കളയും. പ്രശാന്ത്, ഇപ്പൊ വേണമെങ്കിലും നീ ഇംലിയോട് സോറി പറഞ്ഞോ. അപ്പൊ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ അടികൂടുന്നൊന്നും നല്ല കാര്യമല്ല. എലി പൂച്ചയെ പേടിപ്പിക്കുന്നോ? വരൂ, മത്സരം തുടങ്ങാം. എന്നെ ഇതെങ്ങോട്ടേ കൊണ്ടുവന്നത്? എന്നെ തുറന്നു വിട്. എനിക്ക് സർക്കസ് ജോലി ചെയ്യണ്ട. ഞാൻ സർക്കസിന് ജോലി ചെയ്യില്ല. നീ ഇവിടെ പണി ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് വല്ലാത്ത ദേഷ്യം വരും. അയാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാൾ വളരെ കഷ്ടപ്പെടുത്തും. ഹരി ദ ഹണ്ടർ മോശപ്പെട്ടയാളാണ്. അയാൾ പറയുന്ന ജോലികളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളെ അയാൾ പണിയെടുപ്പിച്ച് കൊല്ലും. വീർ, നീ എവിടെയാ? എന്നെ ഒന്ന് രക്ഷിക്കേ. ജിണ്ടു, നീ എന്തിനാ ചുൾബുളിന്റെ സ്യൂട്ടൊക്കെ ഇടാൻ കൊടുത്തത്? അവനെ ഇന്ന് രാവിലെ തൊട്ട് കാണുന്നേ ഇല്ല. എവിടെ പോയി കിടക്കാന്ന് ആർക്കറിയാം? ചുൾബുൾ ഇത്ര നേരം ഒന്നും കറങ്ങി നടക്കാറില്ല. എന്തോ പ്രശ്നമുണ്ട്. ജിണ്ടു, എനിക്ക് ചുൾബുളിനെ കാണാൻ തോന്നുന്നു. എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ഇപ്പൊ കൊണ്ടുപോകാം. അകടം പകടം മാലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ഓഹോ, അപ്പൊ ഇവരുടെ അടുത്ത് ശരിക്കുള്ള ലയൻ ഇല്ലേ? ഇവര് ഉടായ്പ ലയന്റെ വേഷവും കെട്ടി ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു. അത് ശരി. അകടം പകടം മാലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ഓക്കേ ജിണ്ടു, എന്നാ ബിൽഡറിന്റെ അടുത്തേക്ക് പോവാം. ഓപ്സ്,
ജിണ്ടു എന്റെ ശബ്ദവും ഉടുപ്പും എല്ലാം പ്രിൻസിപ്പൽ സാറിന്റെ പോലെയാക്ക്. ഇപ്പൊ ശരിയായി. ലെറ്റ്സ് ഗോ. എടോ ഗുണശേഖര പിള്ളേ, താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? തന്നോട് പറഞ്ഞല്ലേ സ്കൂളിന്റെ ബിൽഡിംഗ് പൊളിക്കുന്നവരെ എന്നെ ഇങ്ങോട്ട് കാണാൻ വരരുതെന്ന്. മാത്രമല്ല ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ മാസ്ക് ഒക്കെ എടുത്ത് കളഞ്ഞ് നാട് വിട്ടോളണം. എന്താ മാസ്ക് എടുത്ത് കളയാണോ? അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. സ്കൂളിലേതോ ഗുണശേഖരൻ എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻസിപ്പളാ. അയാള് പ്രിൻസിപ്പൽ സാറിന്റെ അതേപോലെ മാസ്ക് ഇട്ടിരിക്ക. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷെ യഥാർത്ഥ പ്രിൻസിപ്പാളിന് എന്ത് സംഭവിക്കും? അയാളെ ആ സ്കൂളിന്റെ ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ എന്ത് ചെയ്യണമെന്നൊക്കെ പിന്നീട് ആലോചിക്കാം. നമുക്ക് സ്കൂളിലെ ഗോഡൌണിൽ പോവാം. ഇന്നീ ബിൽഡറിന്റെ കള്ളത്തരം പൊളിക്കണം. അല്ല, ഇതാ മാന്ത്രികനാണല്ലോ. ഇവൻ എന്റെ എല്ലാ കളികളും കൊളമാക്കും. ഹലോ, ഞാൻ പറയുന്ന കേക്ക്. പ്രിൻസിപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുത്തൻ വരുന്നുണ്ട്. അവൻ മാന്ത്രികനാ. അവന്റെ മന്ത്രശക്തി കണ്ടൊന്നും പേടിക്കരുത് കേട്ടോ. അവൻ ചിലപ്പോ ഭൂതമാവും, അനക്കൊണ്ട ആവും. പക്ഷെ നിങ്ങൾ അവനെ അടിച്ചവിടെ നിന്ന് ഓടിക്കണം. ഞാനിപ്പോ വരാം. ഓക്കേ സാർ. അവര് വരുന്നുണ്ട് ബോസ്. പ്രിൻസിപ്പൽ സാറിനെ അഴിച്ചുവിട്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നന്നായി വിശക്കുന്നുണ്ട്. വേഗം പോയി എന്തെങ്കിലും കഴിച്ചേക്കാം. ഇംലി, നീ പ്രിൻസിപ്പൽ സാറിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ വേഗം. ഓക്കേ വേ. ഇംലി വരൂ. ടിംബക്ടോ, ഇതൊരു ഷ്രിങ്കിംഗ് ഗൺ ആണ്. നീ ഇതിലെ ഗ്രീൻ ബട്ടൺ അമർത്തി വേരിന് നേരെ നിറയൊഴിച്ചാൽ വേർ വളരെ ചെറുതായിട്ട് മാറും. അപ്പോൾ പിന്നെ നിനക്കവന് ചെറിയൊരു പെട്ടിയിൽ അടച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനാകും. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായില്ല. ഈ ഗ്രീൻ ബട്ടൺ അമർത്തുമ്പോൾ വീറ് ചെറുതായി മാറുമെങ്കിൽ അപ്പൊ പിന്നെ ഈ റെഡ് ബട്ടൺ അമർത്തിയാൽ എന്തായിരിക്കും ബോസ് സംഭവിക്കുക? ഞങ്ങളെ പഴയതുപോലെ ആക്കടാ തിരുമണ്ട. ബോസേ ബോസേ, നിങ്ങൾ ഇത് എവിടേക്കാ പോയത്? നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയല്ലോ ബോസേ. ബോസേ, ഈ റെഡ് ബട്ടൺ എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ എന്റെ ബോസേ. താഴേക്ക് നോക്കടാ. നീ എന്നെ ഇപ്പൊ ചവിട്ടി കൊണ്ടുപോടാ. ഇത്രയും ചെറിയ പൂച്ചയോ? ഇന്ന് ഞാൻ ഇതിനെ കഴിച്ച് എല്ലാ പൂച്ചകളോടും പ്രതികാരം ചെയ്യും, എന്റെ എലി സഹോദരന്മാർക്ക് വേണ്ടി. ഇങ്ങോട്ട് നോക്കടാ. എടാ മണ്ടാ. ബോസ് ബോസ്, നിങ്ങൾ എവിടെയാണ്? നിങ്ങളെ കാണുന്നില്ലല്ലോ. എവിടെയാണ് ബോസ്? I am mad, very very mad. ബോസേ ബോസേ, ബോസ് എങ്ങനെയാണ് ഇത്രയും ചെറുതായി മാറിയത്? അതുമല്ല, എന്റെ തോളത്ത് എന്തിനാ ബോസേ വലിഞ്ഞു കയറിയത്? എടാ ടിംബക്ടോ, ആ ഗണ്ണു വേഗം എന്റെ നേരെ ചൂണ്ട, എന്നിട്ട് ആ റെഡ് ബട്ടൺ അമർത്ത.
എന്റെ ജീവിതം കുളം തോണ്ടുവാനാണോടാ നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതാ. വേഗം പോയാ വീറിനെ ചെറുതാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ ബോസ്, ഓക്കെ.